ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അടിപൊളി ഒരു വീഡിയോ ആട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നല്ല ഗ്ലിസറിൻ ബേസ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അത് SLS ഫ്രീ ആണ്. അടിപൊളി നല്ല എന്താ പറയുക, കോക്കനട്ട് ഓയിൽ, പ്യുവർ കോക്കനട്ട് ഓയിലാണ് നമ്മൾ 100% ഓയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളി നല്ല ക്ലിയർ ട്രാൻസ്പെറന്റ് ഗ്ലിസറിൻ ബേസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി കുറച്ച് സാധനങ്ങൾ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേണ്ട വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് പ്രൊപ്പൈൻ ഗ്ലൈക്കോൾ ആവശ്യമുണ്ട് കേട്ടോ. അതൊരു 62 അര കിലോ ബേസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, 500 ഗ്രാം ബേസ്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള പ്രൊപ്പൈൻ ഗ്ലൈക്കോൾ 62 ഗ്രാം. അതുപോലെ നമുക്ക് സ്റ്റെറിക് ആസിഡ് 62 തന്നെ ഗ്രാം സ്റ്റെറിക് ആസിഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇനി ഇതിരിക്കുന്നത് ഇത് TRI ആണ്. TRI 25 ഗ്രാം TRI. ഓക്കെ. പിന്നെ അതിലേക്ക് ഗ്ലിസറിനാണ് നമ്മുടെ ആവശ്യമുള്ളത്. ഗ്ലിസറിനും അതുപോലെ തന്നെ 25 ഗ്രാം ഗ്ലിസറിൻ. ഇതൊക്കെ ഞാൻ അളന്ന് കറക്റ്റാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ ഇനി ആവശ്യമുള്ളത് ലോറിയൽ ഗ്ലൂക്കോസൈഡ് എന്ന് പറയുന്ന സംഭവമാണ്. ഇത് 75 ഗ്രാം എടുക്കണം. ഓക്കെ. അപ്പോൾ പിന്നെ നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇതൊക്കെയാണ്. പിന്നെ കോക്കനട്ട് ഓയിൽ നമുക്കൊരു 100 ഗ്രാം, അര കിലോയിലേക്ക് 100 ഗ്രാം വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. ഓക്കെ. പിന്നെ അതിലേക്ക് രണ്ടാമത്തെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചേർക്കേണ്ട സാധനങ്ങളാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഷുഗർ ഒരു 87.5 ഗ്രാം ഷുഗർ ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അത് നമുക്ക് ഇനി ലയിപ്പിച്ചെടുക്കാനുള്ളതാണ്. വെള്ളത്തിൽ നമുക്കത് എന്താ പറയുക, ലായനിയാക്കി എടുക്കാനുള്ളതാണ് ഷുഗർ വെള്ളത്തിൽ. അതിനൊരു 37.5 ഗ്രാം വെള്ളത്തിലേക്ക് നമ്മൾ ഈ 87.5 ഗ്രാം ഷുഗർ ഇട്ട് മെൽറ്റ് ചെയ്തെടുക്കണം ഉണ്ടാ. അത് അധികം കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അത് നമുക്ക് കാണിക്കാം, ഈ വീഡിയോ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റിക് സോഡയും വെള്ളം കൂടി ലയിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു ലൈനിയാണ്. അപ്പോൾ അത് ലൈൻ എന്നാണ് പറയുക. അപ്പോൾ അത് നമ്മൾ 25 ഗ്രാം കോസ്റ്റിക് സോഡയിലേക്ക് 25 ഗ്രാം വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മൾ ഇത് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്തൊക്കെ ചേർക്കണം എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇതുപോലത്തെ പാത്രത്തിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ പ്രൊപ്പൈൻ ഗ്ലൈക്കോളാണ്. അത് 62.5 ഗ്രാമോളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പിലേക്കുള്ളതാണ്. 3 സ്റ്റെപ്പായിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ 62 ഗ്രാം നമ്മുടെ പ്രൊപ്പൈൻ ഗ്ലൈക്കോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 62.5 ഗ്രാം സ്റ്റെറിക് ആസിഡ്. ഇതാണ് സ്റ്റെറിക് ആസിഡ് കേട്ടോ. ഇത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇതെല്ലാം മെഷർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് TRI ആണ്. അത് 25 ഗ്രാം TRI നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഗ്ലിസറിനാണ് ചേർക്കുന്നത്. അത് 25 ഗ്രാമോളം ഗ്ലിസറിന് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അര കിലോ ബേസ് ഉണ്ടാക്കാനുള്ള നമ്മുടെ അളവുകളാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് 25 ഗ്രാം ഗ്ലിസറിനാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഓക്കെ. നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ലോറിയൽ ഗ്ലൂക്കോസൈഡ് വേണ്ട. അത് 75 ഗ്രാമോളം അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. ഇതിലേക്ക് ഇനി നമ്മുടെ കോക്കനട്ട് ഓയിലാണ് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് ഉള്ള ലാസ്റ്റ്. ഇതാണ് നമ്മുടെ കോക്കനട്ട് ഓയിൽ. ഇത് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനി നമ്മൾ നന്നായി മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഐറ്റംസുകളെല്ലാം കൂടി നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കണം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക, അതിലേക്ക് ഇത് വെച്ച് മെൽറ്റ് ചെയ്യുക. നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ചെയ്യാറില്ലേ, അതന്നെ സിസ്റ്റം സെയിം. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മളിത് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളെടുത്ത സാധനങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ ഈ വെള്ളത്തിൽ ഇറക്കി വെച്ച് ഡബിൾ ബോയിലിംഗ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ, ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായി നമ്മുടെ പഞ്ചസാര ലയിപ്പിച്ചെടുക്കാനുള്ള നമ്മുടെ വെള്ളം ഞാൻ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 37.5 ഗ്രാമോളം വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 87.5 ഗ്രാം പഞ്ചസാര ഇട്ട് മെൽറ്റ് ചെയ്തെടുക്കാൻ പോവാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം കരിഞ്ഞു പോകാണ്ട് നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കണം ഉണ്ടാ. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ കളർ ആകെ മാറും.
പിന്നെ അത് ഭയങ്കര ഇതാവും, എന്താ പറയുക, ശർക്കര ഇത് പോലെ ആവും, കളർ മാറി ഒരു ഇതിലേക്ക് മാറും. അപ്പോൾ അതില്ലാണ്ട് നല്ല പ്യുവർ വൈറ്റ് കളറിൽ തന്നെ അത് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇരിക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളെല്ലാം കൂട്ടി വെച്ച് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഇതിലേക്ക് ചേർക്കുള്ള രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഈ ഇരിക്കുന്ന പഞ്ചസാര ലൈനി മെൽറ്റ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് മെൽറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുക ഉണ്ടാ. അപ്പോൾ ഇത് മെൽറ്റ് ആയി വയ്ക്കും, ഇതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അധികം കരിക്കാണ്ട് നല്ല കറക്റ്റായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് കണ്ടില്ല, പഞ്ചസാര ലയിപ്പിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു ലൈനിയാണിത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പുറത്ത്, ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇത് മെൽറ്റായി സെറ്റായി വന്നിട്ടുണ്ടല്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. ഇത് പഞ്ചസാര ഒന്ന് ജസ്റ്റ് അരിപ്പ വെച്ച് ഒന്ന് അരിച്ചു കൊടുക്കാം കേട്ടോ. അരിച്ചൊഴിക്കുക. ഓക്കെ, ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് മെൽറ്റ് ചെയ്തതിലേക്ക് നമ്മൾ ഒഴിച്ചു കേട്ടോ, പഞ്ചസാര ലയിപ്പിച്ചെടുത്ത്. നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ലയിപ്പിച്ച് വെച്ചാൽ നമ്മുടെ ലൈയാണ് ഇത്. അത് കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു അരിപ്പെടുക്കുക, അതിലേക്ക് കുറച്ച് നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കട്ട വരും, പക്ഷെ അത് പേടിക്കണ്ട, അത് മെൽറ്റ് ആയിക്കോളും കേട്ടോ തന്നെ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ ബാക്കിയുണ്ടായ ആ സൊല്യൂഷനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായി അത് മിക്സ് കാണിച്ചിട്ടില്ല, നമ്മളത് ഒഴിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ നമ്മുടെ എല്ലാം ഒഴിച്ചിട്ടുണ്ട്, നമ്മൾ എല്ലാ മിക്സും മൂന്നാമത്തെ അതും ഒഴിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നന്നായി കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായി പേടിക്കുന്നു വേണ്ട, അത് നന്നായി ഇതായി കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് നന്നായി ഇതിലാക്കി. അപ്പോൾ നമ്മുടെ ബേസ് അങ്ങനെ റെഡിയാവും. പിന്നെ നമ്മുടെ മോൾഡൊക്കെ റെഡിയാക്കി വയ്ക്കുക, അതിലേക്ക് ഒഴിക്കേണ്ട, അത്രയുള്ള പരിപാടി. നമ്മുടെ കണ്ടില്ലേ ബേസ് ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഈ കളർ നിങ്ങൾ നോക്കണ്ട, നല്ല ട്രാൻസ്പെറൻസി. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ ഒരു വെളിച്ചെണ്ണയ്ക്ക് ഒരു ചെറിയൊരു ഇതുണ്ടാവില്ലേ, ഒരു കളറ്, മഞ്ഞ കളറ്. അതായത് നമ്മൾ ഫിൽറ്റർ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ കളറൊന്നും ഉണ്ടാവില്ല, നല്ല പ്യുവർ വൈറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു കളർ കേട്ടോ. അത് പക്ഷേ കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ലൊരു ഒഴിച്ച് എല്ലാം നാളേക്ക് സെറ്റാകുമ്പോൾ ഒരു കളറാവും. ഇത് വെളിച്ചെണ്ണ ഒരു ചെറിയൊരു ആ കളറാണ് അത്. അത് നോക്കണ്ട, നല്ല പ്യുവർ. അത് നല്ലൊരു ഫിൽറ്റർ ചെയ്തിട്ട് വെളിച്ചെണ്ണയ്ക്ക് നല്ല പ്യുവർ ആയിട്ടുള്ള എന്തിനു പറയാം, പ്യൂരിഫൈ ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ കളറ് മാറും, പ്യുവർ വൈറ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയല്ലേ, അതുകൊണ്ടാണ് ഈ കളർ കേട്ടോ. അത് നോക്കണ്ട, നല്ല ഗ്ലിസറിൻ ബേസാണ്, പ്യുവർ നാച്ചുറൽ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നമ്മുടെ അടിപൊളി ബേസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു മോൾഡിലാണ് കേട്ടോ നമ്മളിത് ഒഴിച്ച് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെയൊക്കെ മോൾഡുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്കൊക്കെ ഒഴിച്ച് വയ്ക്കാം കേട്ടോ. നമ്മൾ ഈ മോൾഡിൽ ഒഴിച്ച് വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതിലേക്ക് ഒഴിക്കാൻ പോവാണ്. 100 ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ അത്. അപ്പോൾ 100 ഗ്രാമിൻ്റെ മോൾഡിലേക്കാണ് നമ്മളിത് ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സോപ്പ് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മളത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ആ പതയൊക്കെ കാണുന്നുണ്ടല്ലോ, അതൊക്കെ കളയണമെങ്കിൽ റബ്ബിങ് ആൽക്കഹോൾ കിട്ടും, അത് വാങ്ങിച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളങ്ങനെ ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബേസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇത്രയുള്ള സംഭവം. ഇതൊരു സാധാരണ സോപ്പ് ഉണ്ടാക്കുന്ന പോലെ തന്നെ 3 മണിക്കൂറിന് ശേഷം ഇത് സെറ്റാവും. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഇനി റിമൂവ് ചെയ്യുമ്പോൾ ഇതിന് മോൾഡിൽ നിന്ന് എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ സോപ്പ് ബേസാണിത്, റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഏകദേശം ഒരു 10-15 ദിവസമെങ്കിലും ഇത് നമ്മൾ വെക്കണം. അതിന് ശേഷം മാത്രമേ സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബേസ് നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അടിപൊളി ബേസ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ നിങ്ങൾ, നല്ല അടിപൊളി ബേസ് ആട്ടോ. നല്ല പ്യുവർ വെളിച്ചെണ്ണയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള SLS ഫ്രീ ആയിട്ടുള്ള നമ്മുടെ ബേസ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. സോപ്പ് ബേസ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓക്കെ, നല്ല അടിപൊളി കോക്കനട്ട് ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഫുൾ.
അപ്പോൾ ഓക്കെ കണ്ടില്ലേ. അപ്പോൾ സോപ്പ് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അയച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് കേട്ടോ. കണ്ടില്ലേ, നല്ല പ്യുവർ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ അടിപൊളി ബേസാണ് കേട്ടോ. ഇതിൽ SLS അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല, ഒക്കെ ഫ്രീ ആണ്. നല്ല സാധാരണ ബേസ് പോലെ തന്നെ നല്ല അടിപൊളി നല്ല തിക്കും കാര്യങ്ങളുള്ള നല്ല അടിപൊളി ബേസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരും. നിങ്ങളെല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.